പിറന്ന ഏകമകൻ ശംഭുവിനെ കാറപകടത്തിൽ ബാലസുബ്രഹ്മണ്യത്തിനും ഭാര്യ പത്മജയ്ക്കും നഷ്ടപ്പെട്ടിട്ട് 5 മാസം കഴിയുന്നു. ചേർത്തലയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ ടിപ്പർ ലോറി അപ്രതീക്ഷിതമായി ഇവരുടെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് പുലർത്തിയത് കടുത്ത നിസ്സംഗത. FIR തയ്യാറാക്കിയപ്പോൾ നടി കവിയൂർ പൊന്നമ്മ ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികളുടെ മൊഴി പോലും രേഖപ്പെടുത്തിയില്ല. പ്രതീക്ഷകളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയ അച്ഛനമ്മമാരുടെ അവസ്ഥ മനോരമ ന്യൂസിന്റെ കാഴ്ചയിലൂടെ പുറത്തു വന്നതോടെ അഡ്വക്കേറ്റ് KP രാമചന്ദ്രൻ പ്രതിഫലം പറ്റാതെ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയായിരുന്നു. മനോരമ ചാനലിലൂടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ പ്രോഗ്രാം വളരെ ഹൃദയസ്പർശിയായ പ്രോഗ്രാമായിരുന്നു. അത് കണ്ടപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം അർഹതപ്പെട്ട ശ്രീ ബാലസുബ്രഹ്മണ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി പത്മജ ബാലസുബ്രഹ്മണ്യത്തിനും സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള തോന്നിച്ചാണ് ഇതിന് പിന്നിൽ പ്രേരകമായത്. ദിവസവും നടക്കുന്ന നൂറുകണക്കിന് അപകട മരണങ്ങളിലൊന്നായി പോലീസും അധികൃതരും ശംഭുവിന്റെ മരണത്തെയും കണ്ടുള്ളൂ. ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയും പൊലിഞ്ഞുപോയതിന്റെ വേദന കോടതി കണ്ടതിന്റെ ആശ്വാസത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നീതിപീഠത്തിലാണ്. ഇപ്പോൾ ഉന്നത നീതിപീഠത്തിൽ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ സാറിൻ്റെ ഹെൽപ്പോടുകൂടി കേസ് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിയായ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തത് 6 മാസം ശിക്ഷ കിട്ടാവുന്ന ദുർബലമായ വകുപ്പുകളിലും. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാണ് ബാലസുബ്രഹ്മണ്യന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. മനോരമ ന്യൂസ്, കൊച്ചി. ഒരു ഇടവേള.